ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു അത്യാവശ്യം എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന ഒരു കണ്ടന്റ് ആയിരിക്കും. വേറെ ഒന്നുമല്ല, ഒരാളോട് എങ്ങനെ സംസാരിക്കണം എന്നതാണ്. നമുക്ക് പലർക്കും ഉള്ള ഒരു പ്രശ്നമാണ് പുതിയതായിട്ട് ഒരു വ്യക്തിയെ കാണുമ്പോൾ അയാളോട് എങ്ങനെ സംസാരിക്കണം എന്നുള്ളത്. പക്ഷേ ലൈഫിൽ എല്ലാവർക്കും വേണ്ട ഒരു സ്കില്ലുമാണ് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് എന്ന് പറയുന്നത്. നല്ല ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ തന്നെ നന്നായിട്ട് സംസാരിക്കാൻ അറിഞ്ഞിരിക്കണം. ഒരാളോട് സംസാരിക്കുമ്പോൾ ഏതൊക്കെ രീതിയിലാണ് സംസാരിക്കേണ്ടത് എന്നതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ചിരിയാണ്. അതായത് നിങ്ങൾ ഒരാളെ കാണുമ്പോൾ വെറുതെ ഇങ്ങനെ ചിരിച്ച് കാണിക്കുന്നതിലും നല്ലത് സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ജെന്യുവനായിട്ട് ചിരിക്കുക എന്നതാണ്. ഇങ്ങനെ ഉണ്ടാക്കി ചിരിക്കുകയാണെങ്കിൽ അത് അവരുടെ മുഖത്ത് തന്നെ കാണാൻ പറ്റും. നിങ്ങൾ വലിയ താല്പര്യം ഉണ്ടായിട്ടൊന്നുമല്ല അവരോട് സംസാരിക്കുന്നത്, വെറുതെ ചുമ്മാ ചിരിക്കുന്നതാണെന്ന് അവർക്ക് തന്നെ മനസ്സിലാവും. അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ അവർക്ക് തീർച്ചയായിട്ടും പിന്നെ നിങ്ങളോട് മിണ്ടാനോ നിങ്ങളോട് പെരുമാറാനോ അവർക്ക് തീർച്ചയായിട്ടും ഒരിക്കലും താല്പര്യമുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ നന്നായിട്ട്, അതായത് ജെന്യുവനായിട്ട് ചിരിച്ചിട്ട് തന്നെ സംസാരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഐ കോണ്ടാക്റ്റ് ആണ്. കണ്ണിൽ നോക്കി സംസാരിക്കുക. എല്ലാവർക്കുള്ളൊരു പ്രശ്നമാണ് ഇങ്ങനെ കണ്ണിൽ നോക്കി സംസാരിക്കാൻ പറ്റാത്തത്. പക്ഷെ നിങ്ങളത് പ്രാക്ടീസ് ചെയ്യണം. കണ്ണിൽ നോക്കി വേണം ഒരാളോട് സംസാരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നിങ്ങൾ സംസാരിക്കുമ്പോൾ അവർക്ക് തോന്നും അവർ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. അതോടുകൂടി അവർക്ക് വീണ്ടും നിങ്ങളോട് സംസാരിക്കാനുള്ള ഒരു താല്പര്യം കൂടുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ശരീരത്ത് നോക്കിയോ നിലത്ത് നോക്കിയോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കിയിട്ടൊന്നും ആരും സംസാരിക്കരുത്. മാക്സിമം നമ്മളിങ്ങനെ കള്ളം പറയുമ്പോഴാണല്ലോ തറയിൽ നോക്കി സംസാരിക്കുന്നത്. നിങ്ങൾ പറയുന്ന കാര്യം ജെന്യുവൻ ആയിട്ടുള്ള കാര്യം തന്നെയാണെങ്കിൽ അവരുടെ മുഖത്ത് നോക്കി കണ്ണിൽ തന്നെ നോക്കി സംസാരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് നോക്കി എന്ന് വിചാരിച്ചിട്ട് വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. എങ്കിലും സംസാരിക്കുമ്പോൾ കൂടുതലും അവരുടെ കണ്ണിൽ തന്നെ നോക്കി സംസാരിക്കാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കുക. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കോൺഫിഡൻ്റ് ആണ്. അതായത് പറയുന്ന കാര്യങ്ങൾ നല്ല കോൺഫിഡൻ്റ് ആയിട്ട് അവരുടെ മുഖത്ത് നോക്കി തന്നെ പറയാൻ വേണ്ടി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ നല്ല കോൺഫിഡൻ്റ് ആയിട്ട് പറയുമ്പോൾ അവർക്കും നിങ്ങളോടുള്ള ഒരു താല്പര്യം കൂടുകയാണ് ചെയ്യുന്നത്. അതോടുകൂടി അവർക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ള ഇൻട്രസ്റ്റ് വളരെയധികം കൂടും. ഇനി നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫ്രണ്ട്ലി ടോക്കാണ്. അതായത് എപ്പോഴും ഇങ്ങനെ സീരിയസ് ആയിട്ട് ഒരാളുടെ മുഖത്ത് നോക്കി സംസാരിക്കുന്നതിൽ നല്ലത് കുറച്ച് തമാശയൊക്കെ പറഞ്ഞ് കുറച്ച് ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുക എന്നതാണ്. നിങ്ങൾ ആദ്യമായിട്ട് ഒരാളെ കാണുമ്പോഴത്തേക്കും കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും അങ്ങനെ ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട്. എന്നിരുന്നാലും മാക്സിമം നിങ്ങൾ സീരിയസ് അല്ലാതെ, അതായത് കുറച്ച് തമാശകളൊക്കെ പറഞ്ഞ് കുറച്ച് ഫ്രണ്ട്ലി ആയിട്ടുള്ള ടോക്കുകളൊക്കെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് വീണ്ടും നിങ്ങളെ കാണുമ്പോൾ സംസാരിക്കാനുള്ള ഒരു താല്പര്യം ഉണ്ടാവും. പൊതുവെ എല്ലാ കാര്യത്തിലും ഭയങ്കര സീരിയസ് ആയിട്ട് ഭയങ്കര റൂഡായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിനെ കാണുമ്പോൾ ബാക്കിയുള്ളവർക്ക് പിന്നെ നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം നിങ്ങൾ ഫസ്റ്റ് ടൈം സംസാരിക്കുമ്പോൾ ആദ്യമേ നല്ല സീരിയസ് ആയിട്ട് സംസാരിച്ചു, ഒട്ടും തമാശയോ കാര്യങ്ങളോ ഒന്നും പറയാതെ കാര്യം മാത്രം പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട്, അതായത് ആ ഒരു ദേഷ്യം നിങ്ങളുടെ ട്യൂണായിരിക്കും, അത് ആ ഒരു രീതിയിൽ സംസാരിച്ചിട്ട് പോവുകയാണ് ചെയ്തത്. എന്നിരുന്നാലും പിന്നെ നിങ്ങളെ കാണുമ്പോൾ ആ ഒരു വ്യക്തി ആദ്യമേ ഓർക്കുന്നത് ആദ്യമായിട്ട് നിങ്ങൾ സംസാരിച്ചത് എങ്ങനെയായിരുന്നു എന്നതാണ്. ഭയങ്കര ദേഷ്യത്തിൽ റൂഡായിട്ട് ഉള്ള കാര്യം ഉള്ളതുപോലെ തുറന്നടിച്ച് പറഞ്ഞിട്ട് ചിരിക്കാതെ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്ന ഒരാൾ, അങ്ങനെയുള്ള ഒരാളോട് നിങ്ങളാണെങ്കിൽ വീണ്ടും പോയി സംസാരിക്കുമോ? ഇല്ലല്ലോ. അതേപോലെ തന്നെയാണ് നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള്. നിങ്ങൾ ആ രീതി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരിക്കലും നിങ്ങളുടെ അടുത്തേക്ക് പോലും വരെ മിണ്ടാൻ വേണ്ടി വരത്തില്ല. അതുകൊണ്ട് സംസാരിക്കുമ്പോൾ നല്ല ഫ്രണ്ട്ലി ആയിട്ട് തന്നെ സംസാരിക്കാൻ വേണ്ടി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. ഇനി അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, വേറെ ഒന്നുമല്ല, ബോഡി ലാംഗ്വേജ് ആണ്. നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് മാക്സിമം നേരെ നിന്ന് തന്നെ സംസാരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അങ്ങനെ സംസാരിക്കുമ്പോൾ നഖം കടിക്കുക, ചിലരുടെ തല ചൊറിയുക, ചെവിയിൽ ഇങ്ങനെ കുത്തുക, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും പിന്നീട് നിങ്ങളെ കാണുമ്പോഴത്തേക്കും അവർ വിചാരിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ ആയിരിക്കും. അന്ന് എന്നോട് സംസാരിച്ചതാ ഇങ്ങനെയാണ്, തലയിലൊക്കെ ചൊറിഞ്ഞ് നഖത്തിലൊക്കെ കടിച്ച്, അതുകൊണ്ട് എന്താണ് അവർക്ക് എന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല, അതുകൊണ്ടാവും എന്ന് വിചാരിച്ചിട്ട് നിങ്ങളുടെ ഓപ്പോസിറ്റ് നിന്ന ആള് പിന്നെ നിങ്ങളോട് സംസാരിക്കാൻ വരത്തില്ല എന്നതാണ് സത്യം. അതുകൊണ്ട് ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ ബോഡി ലാംഗ്വേജ് പ്രോപ്പറായിട്ട് സംസാരിക്കാൻ വേണ്ടി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. ഇനി നമ്മുടെ ആറാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളോട് വന്നിട്ട് ഒരാൾ എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് ഒറ്റ വാക്കിൽ അത് പറയാതെ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്ന് 2 സെൻറ്റൻസ് ആക്കിയിട്ട് അത് പറയാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതായത് ഒരാൾ വന്നിട്ട് നിങ്ങളോട് ചോദിക്കുകയാണ് എന്താണ് ചെയ്യുന്നത്, അപ്പോൾ നിങ്ങൾ പറയാണ് ജോലി ചെയ്യുക. അങ്ങനെ പറയാതെ ഞാനിപ്പോൾ പഠിച്ചിറങ്ങിയതേ ഉള്ളൂ, എനിക്ക് ഉടൻ തന്നെ ജോലി കിട്ടി. എന്നിട്ട് നിങ്ങൾക്ക് കിട്ടിയ ആ ഒരു കമ്പനിയുടെ പേര് പറയുക, നിങ്ങളുടെ പോസ്റ്റ്, അവിടുത്തെ ജോലി നിങ്ങളുടെ എന്താണ്, ഇതൊക്കെ അവരോട് പറയുക. ഇങ്ങനെ പറയുമ്പോൾ തന്നെ അവർക്ക് ആകെ ഒരു സന്തോഷം ഉണ്ടാവുകയും വീണ്ടും നിങ്ങളെ കാണുമ്പോഴത്തേക്കും എന്തെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ വന്ന് ചോദിച്ച് അവർ മനസ്സിലാക്കാൻ ഓടി വരത്തേ ഉള്ളൂ. അല്ലാതെ ഒറ്റ വാക്കിൽ എന്തെങ്കിലും പറഞ്ഞിട്ട് മാറിപ്പോകുകയാണെങ്കിലോ
അവർ വിചാരിക്കും, ഓ ഇവർക്ക് എന്നോട് മിണ്ടാൻ താല്പര്യമില്ല, അവരുടെ സ്വഭാവം കുറച്ച് റൂഡാണ്, അതുകൊണ്ട് പിന്നെ അവർ നിങ്ങളോട് സംസാരിക്കാനേ വരത്തില്ല. അതുകൊണ്ട് നിങ്ങളോട് ആരെങ്കിലും സംസാരിക്കാൻ വേണ്ടി വരുമ്പോൾ നിങ്ങളോട് എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കുകയാണെങ്കിൽ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് അവരോട് ചിരിച്ച് സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇനി പുതിയതായിട്ട് ആരെങ്കിലും സംസാരിക്കാൻ വരുമ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയിട്ട് മറ്റുള്ളവർ സംസാരിക്കാൻ വേണ്ടി ഉറപ്പായിട്ടും പറ്റും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. വീഡിയോസിൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ്, ഇങ്ങനെ മറ്റുള്ളവർ സംസാരിക്കാൻ പേടിയൊക്കെയുള്ള ഫ്രണ്ട്സ് ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ള ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ ആരും മറക്കരുത്. അപ്പോൾ അടുത്ത ദിവസം പുതിയൊരു സബ്ജക്റ്റ് ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.